കഴിഞ്ഞ കുറെ കാലമായി നടത്തി വന്നിരുന്ന ഫലസ്തീൻ വംശഹത്യ പോലെയല്ല ഇറാനുമായുള്ള ഏറ്റുമുട്ടൽ എന്നുള്ളത് നെതന്യാഹുവും ഇസ്രായേലി സൈന്യവും ഇപ്പോൾ മനസ്സിലാക്കുന്നു. ഇസ്രായേലി സൈന്യം നേരിടുന്നത് വലിയ വെല്ലുവിളികളാണ്. ഇറാനിലും ലബനാനിലുമെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്ന സൈനിക നടപടികൾ മൂലം ഇസ്രായേൽ സൈന്യം അവരുടെ സൈനികരുടെ കാര്യത്തിൽ ക്ഷാമം നേരിടുന്നു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഈ ആഴ്ച നടന്ന ഇസ്രായേൽ സൈനിക ക്യാബിനറ്റ് യോഗത്തിൽ ഇസ്രായേൽ സൈനിക മേധാവി ഇയാൻ സമീർ തന്നെയാണ് ഈ കാര്യം വെളിപ്പെടുത്തിയത്. ഇസ്രായേലി സൈന്യം തകർന്നു വീഴാൻ പോകുന്നു. ഈ പ്രതിസന്ധി പരിഹരിച്ചില്ലെങ്കിൽ ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സ് അതായത് IDF തകർന്നു തരിപ്പണമാകുമെന്നാണ് പറഞ്ഞത് മറ്റാരുമല്ല, ഇസ്രായേൽ സൈനിക മേധാവി ഇയാൻ സമീറിന്റെ വാക്കുകളാണിത്. സുരക്ഷാ ക്യാബിനറ്റ് യോഗത്തിലായിരുന്നു ഇയാൻ സമീർ ഇത്തരമൊരു കാര്യം വെളിപ്പെടുത്തിയതെന്ന് ഇസ്രായേലി മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു. ഇസ്രായേലി യുവാക്കളെ നിർബന്ധിത സൈനിക സേവനത്തിന് കൊണ്ടുവന്നിട്ടില്ലായിരുന്നെങ്കിൽ ഇസ്രായേൽ സൈനികരുടെ ശേഷി നഷ്ടപ്പെട്ട് അവർ ഇല്ലാതെയാകുമെന്നാണ് അദ്ദേഹം തുറന്നു സമ്മതിച്ചത്. ഗസ, സിറിയ, ലബനാൻ, വെസ്റ്റ് ബാങ്ക് തുടങ്ങി വിവിധങ്ങളായ സ്ഥലത്ത് ഒരേ സമയം ഇസ്രായേലി സൈനികർ സൈനിക നടപടികളുമായി മുന്നോട്ട് പോകുന്നുണ്ട്. എന്നാൽ അതിനാവശ്യമായ സൈനിക ബലം അവർക്കില്ല എന്നുള്ളതാണ് അവർ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി. ഈ പ്രതിസന്ധി മറികടക്കാൻ ഇസ്രായേലി ഭരണകൂടം ആവശ്യമായ നടപടികൾ കൈക്കൊണ്ടിട്ടില്ല എന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തുന്നു. അതുകൊണ്ട് നിലവിൽ യുദ്ധമുഖത്തുള്ള സൈനികരെല്ലാം വലിയ മാനസിക വെല്ലുവിളികളും സമ്മർദ്ദവും നേരിടുന്നു എന്ന് അദ്ദേഹം തുറന്നു സമ്മതിക്കുന്നു. നിലവിലെ നിയമപ്രകാരം ഇസ്രായേലിലെ പുരുഷന്മാർ 32 മാസവും സ്ത്രീകൾ 24 മാസവും നിർബന്ധിത സൈനിക സേവനം അനുഷ്ഠിക്കണം. പക്ഷെ അത് 36 മാസമായി നീട്ടണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. വ്യക്തമായ പ്ലാനിങ്ങുകളോ ആവശ്യമായ യുദ്ധസന്നാഹങ്ങളോ ഇല്ലാതെയാണ് ബെഞ്ചമിൻ നെതന്യാഹു ഇസ്രായേലി സൈന്യത്തെ ബഹുമുഖ സംഘർഷത്തിലേക്ക് വലിച്ചിഴക്കുന്നത് എന്നുള്ള ആക്ഷേപമാണ് ഉയരുന്നത്. കഴിഞ്ഞ കുറെ കാലമായി നടത്തി വന്നിരുന്ന ഫലസ്തീൻ വംശഹത്യ പോലെയല്ല ഇറാനുമായുള്ള ഏറ്റുമുട്ടൽ എന്നുള്ളത് നെതന്യാഹുവും ഇസ്രായേലി സൈന്യവും ഇപ്പോൾ മനസ്സിലാക്കുന്നു. ലോക പോലീസാണെന്ന് അഹങ്കരിച്ചു നടന്ന അമേരിക്കയും ഒന്നും അറിയാത്ത ചെറിയ പിഞ്ചു മക്കളെ പോലും കൊന്നൊടുക്കിയ ഇസ്രായേലും ഇറാന്റെ ഓരോ പ്രത്യാക്രമണങ്ങൾക്ക് മുമ്പിലും പകച്ചു നിൽക്കുന്ന കാഴ്ചയാണ് ലോകം കണ്ടുകൊണ്ടിരിക്കുന്നത്. യുദ്ധത്തിലേക്ക് ഇതുവരെ നേരിട്ട് ഒരു രാജ്യവും ഇറാന്റെ പക്ഷം ചേർന്ന് ഇറങ്ങിയിട്ടില്ലായിരുന്നു. എന്നാൽ റഷ്യയും ചൈനയും പിന്നാമ്പുറത്തു നിന്നും ചരടുവലികൾ നടത്തുന്നുണ്ട് എന്ന് ലോകം തിരിച്ചറിഞ്ഞതാണ്. ഇതിനിടയിലേക്കാണ് ഇപ്പോൾ പ്രത്യക്ഷത്തിൽ ഹൂത്തികൾ രംഗത്തിറങ്ങിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ഹൂത്തികൾ ഇസ്രായേലിലേക്ക് നടത്തിയ മിസൈൽ ആക്രമണത്തിൽ ഇസ്രായേലിന്റെ നെഞ്ച് പിളർന്ന അവസ്ഥയാണുള്ളത്. നേരെ ചൊവ്വേ നിന്ന് യുദ്ധം ചെയ്യാൻ പോരാടാൻ ആവശ്യമായ സൈനിക ശേഷിയോ ആൾബലമോ ഒന്നുമില്ലാത്ത ഇസ്രായേൽ ഇനി എത്ര കാലം പിടിച്ചു നിൽക്കുമെന്നുള്ളത് കണ്ടറിയണം. അമേരിക്കയും ട്രംപും ഇപ്പോൾ ഈ യുദ്ധമുഖത്തു നിന്നും എങ്ങനെയെങ്കിലും പിന്നോട്ട് മാറിയാൽ മതി എന്നുള്ള ചിന്തയിലാണുള്ളത്. അവർ പിന്നോട്ട് പോകുന്നതോടുകൂടി ഇസ്രായേൽ എന്നുള്ള ഈ രാജ്യം ചില്ലിട്ട് ഭിത്തിയിൽ കയറുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. മറ്റുള്ള രാജ്യങ്ങളെയും ആളുകളെയും ആക്രമിക്കുന്ന പോലെയല്ല, ഇറാനെ ആക്രമിക്കുന്നത് ഇസ്രായേലിന് ഒറ്റയ്ക്ക് നടപടിയാകുന്ന കാര്യമല്ല എന്ന് ഇപ്പോൾ അവർക്ക് മനസ്സിലായിരിക്കുന്നു. മറ്റുള്ള രാജ്യങ്ങളെ ആക്രമിച്ച് കീഴടക്കുന്ന പോലെ ഏകപക്ഷീയമായി ആക്രമണങ്ങൾ നടത്തി ഇറാനെ വരുതിയിലാക്കാമെന്നുള്ളത് വ്യാമോഹം മാത്രമാണെന്ന് ഇസ്രായേൽ ഇപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു.